Hi friends, welcome to Grude channel. എന്റെ പേര് ആശ വിനീത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ തോരനാണ്. അപ്പോ ഈ മീനൊക്കെ വളരെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മീൻ ഈ ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ ഇതൊക്കെ കൂട്ടാത്ത കുറെ ആൾക്കാർ മീൻ മാത്രമായിട്ട് കഴിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് മീൻ കറി കൂട്ടി മടുത്തെങ്കിൽ ഇങ്ങനെ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ഇഷ്ടാവും. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചപ്പാത്തിക്ക്, അപ്പം, പൊറോട്ട, അതുപോലെ തന്നെ ചോറ് ഇതിനൊക്കെ തീർച്ചയായിട്ടും കൂട്ടിക്കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. ട്രസ്റ്റ് മീ. നിങ്ങൾ ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ മീൻ തോരൻ കുറെ പണി ഉണ്ടാവുന്നു. ഇല്ല, ഒരു പണിയില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഈ റെസിപ്പി നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടു നോക്കിയിട്ട് തിരിച്ചു വരാം. മീൻ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായ ശേഷം നീളത്തിലരിഞ്ഞ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, 5 പച്ചമുളക് നെടുകെ കീറിയത്, സവാള ഒരു 4 എണ്ണം വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതൊരു ബ്രൗൺ നിറമാകണ വരെ ഒന്ന് വഴറ്റണം. ഈ സമയം നമുക്ക് 1/4 കിലോ നെയ്മീൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെക്കാം. ഉടഞ്ഞു പോവാത്ത വിധം വേവിക്കണം. അത് മുള്ളു മാറ്റിയിട്ട് നുള്ളി എടുത്തതാണ് ഈ കാണുന്നത്. അത് ബ്രൗൺ നിറമായ ഈ സവാളയിലോട്ട് നമുക്ക് ചേർക്കാം. ഈ മീനും നമുക്ക് ഇതുപോലെ മീൻ തോരൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ദശ കട്ടിയുള്ള മീനാവുമ്പോൾ മുള്ളു കുറവായിരിക്കും. മാത്രമല്ല നമുക്ക് നുള്ളി എടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നെയ് മീൻ അഥവാ കിങ്ഫിഷ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടാണ് ഈ മീൻ വേവിച്ചെടുത്തത്. അപ്പോ അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതിന്റെയൊക്കെ ആ ഒരു രുചി ഈ മീനിലോട്ട് പറ്റിപ്പിടിക്കാൻ ഒരു 4 മിനിറ്റ് ഇതുപോലെ അടച്ചൊന്ന് വേവിക്കണം. 4 മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനിടയിലും ഞാൻ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോ ഇത് അടി പിടിക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പൊ മീഡിയം തീയിലിട്ടിട്ട് മതി ഇതുപോലെ വെള്ളം വറ്റിച്ചെടുക്കാൻ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കറിവേപ്പില കൂടി വിതറിയ നമ്മുടെ മീൻ തോരൻ റെഡി. ഹലോ, മീൻ തോരൻ കണ്ടുല്ലോ. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ചിരിച്ച് ഇങ്ങനെ. അപ്പോ മീൻ തോരൻ വളരെ ഈസി ആയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പൂട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ പിന്നെയും കാണാം. ബൈ ബൈ.